ശ്രീമതി പത്മിനി തോമസ്, ഇവിടെ കൃത്യമായി ഉത്തരം പറയേണ്ട ആളുകൾ ഈ സെലക്ഷൻ കമ്മിറ്റിയിലുള്ളവർ തന്നെയാണല്ലോ. PU ചിത്രയ്ക്ക് ഇനി ഏത് രീതിയിലാണ് ലണ്ടനിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ കൂടെ തന്നെയാണ് ഭാവിയിൽ ഇത് സംഭവിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി വരുന്നത്. അപ്പോൾ ഈ PT ഉഷയും അഞ്ജു ബോബി ജോർജും ഒക്കെ അവിടെ പോയിരുന്നിട്ട് ഇപ്പോൾ കാണിച്ചത് ലോകം മുഴുവൻ അവരെ, മലയാളികൾ പ്രത്യേകിച്ച് അവരെ ആരാധിച്ച് തറയിൽ നിർത്താതെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടത്. പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവർ ആ കൂട്ടത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ കടുംകൈ കാണിച്ചവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയേണ്ടത് നിങ്ങളുടെ കൂടി ഫ്രറ്റേണിറ്റിയിൽപ്പെട്ടവരാണ്, അങ്ങുൾപ്പെടെയുള്ളവരാണ്. എന്തു പറയും? ഇപ്പം നമ്മൾ കേട്ടല്ലോ, 20 വർഷം കൊണ്ട് ആ കമ്മിറ്റിയിൽ ഇരിക്കുന്ന, ഒരു മാറ്റവും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു വർഷത്തിൽ കൂടുതൽ ഈ കമ്മിറ്റി അംഗങ്ങളെ ഇരുത്താനായിട്ട് പാടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഇരിക്കുന്ന കമ്മിറ്റി എല്ലാം ഉടച്ചു വാർത്ത് ഈ സുപ്രീം കോടതി ഇതിൻ്റെ രീതിയിൽ ക്രിക്കറ്റ് പോകുന്നുണ്ടല്ലോ, അത് പറഞ്ഞ പോലെ ഒരു സമിതി ഉണ്ടാക്കും. മേലിലും ഒരു കായിക താരങ്ങൾക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതെ, അവരുടെ മനോവീര്യം കൊടുത്തുന്ന ഇത് പ്രവണത ഉണ്ടാകാതെ ശ്രമിക്കാനായിട്ട് കേന്ദ്രം ഇടപെടണം. കേന്ദ്ര മന്ത്രി അത് ഇപ്പം ഇരിക്കുന്ന കമ്മിറ്റികളെല്ലാം ഒന്ന് ഉടച്ചു വാർക്കുക തന്നെ ചെയ്യണം. ഏത് രീതിയിൽ കുറ്റമറ്റതായി ട്രാൻസ്പെറൻ്റായി കായിക രംഗത്ത് ഈ സെലക്ഷനുകൾ നടത്താം എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശ്രീമതി പത്മിനി തോമസ്, ഇപ്പോൾ PT ഉഷ പറഞ്ഞ ഒരു കാര്യം അങ്ങ് കേട്ടല്ലോ. ഈ കാര്യത്തിൽ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് കേട്ട് PU ചിത്ര ഇപ്പോൾ ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി വാശി പിടിച്ച് നിന്നാൽ ഭാവിയിൽ പീഡനം അനുഭവിക്കും. ഈ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കാണിച്ചു തരും, അത് അനുഭവിക്കും എന്നാണ് പറഞ്ഞത്. അത് ഏത് രീതിയിലാണ് അതിനെ കാണേണ്ടത്? അത്തരത്തിലൊരു പീഡനം നടക്കുന്നു എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അതൊക്കെ അങ്ങനെ സൈഡിൽ കൂടെ പൊക്കോട്ടെ, നമ്മൾ മിണ്ടണ്ട, കമ്മിറ്റിയിലുള്ള ആളുകളെ പുതുതായി വെച്ചാൽ മതി, ഇവർക്കൊന്നും വേണ്ട ശിക്ഷ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ PU ചിത്ര എന്ന ആ കുട്ടിക്കുണ്ടായ നഷ്ടം, അതിന് ലോകത്ത് ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നൊരു ഭാവി, അതാണ് ഇരുളടയുന്നത്. അതിന് എന്ത് ശിക്ഷ കൊടുക്കേണ്ടി വരും? അതാണ് കൃത്യമായ ഉത്തരം. അത് പഴയ കാലത്തെ കാര്യമാണ്. PU ചിത്ര മിണ്ടി പോകരുത്, അല്ല PU ചിത്ര അനങ്ങരുത്, ഫെഡറേഷനെതിരെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്ന്. ഇന്നെല്ലാം മാധ്യമങ്ങളെല്ലാം എല്ലാത്തിൻ്റെയും പുറകിൽ നിൽക്കുകയാണ്. അങ്ങനെ PU ചിത്രയെ മാത്രം തഴഞ്ഞൊരു ഫെഡറേഷനും മുമ്പോട്ട് പോകാനായിട്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നന്നായിട്ട് ചെയ്യുകയാണ്, നല്ല ടൈമിൽ ഓടുകയാണെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും ടീമിലെ ആദ്യത്തെ ആൾ. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരു കായിക താരവും അങ്ങനെ ഈ പേടിച്ചിട്ട്, ഒരു ഫെഡറേഷനെ പേടിച്ചോ ഒരു സെലക്ഷൻ കമ്മിറ്റിയെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ ആരും ഒരിടവും നമ്മളെ തഴയപ്പെടത്തില്ല. ഇപ്പൊ പെർഫോമൻസ് കണ്ടല്ലോ. ഈ പെർഫോമൻസിൽ PU ചിത്രയ്ക്ക് പുതിയ മാനദണ്ഡം 3 തരത്തിലുള്ള പെർഫോമൻസ് ടാലി ചെയ്ത് നോക്കിയപ്പോൾ ക്വാളിഫയിങ് മാർക്ക് ഇല്ല എന്നാണ് കണ്ടെത്തിയത്. എന്തൊരു വിചിത്രമായ കാര്യമാണ്! ഈ സ്പോർട്സിലുള്ള ഇത്തരം ക്വാളിഫയിങ് മാർക്കൊന്നും നമുക്ക് മനസ്സിലാകാത്തതാണോ? ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ PU ചിത്ര തന്നെ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. PU ചിത്ര, വളരെ വേദനയോടുകൂടിയാണ് ചിത്രയോട് സംസാരിക്കേണ്ടി വരുന്നത്. ഈ നിമിഷം കേരളം മുഴുവൻ ചിത്രയോടൊപ്പം നിൽക്കുമ്പോഴും ഇടപെടേണ്ടവർ ആ രീതിയിൽ ഇടപെടാത്തതിൻ്റെ ഫലമായി ചിത്ര, ലജ്ജയുണ്ട് ചിത്രയോട് ഈ ചോദ്യം ചോദിക്കാൻ. ഒരു തരത്തിൽ ഞങ്ങൾ കൂടി തെറ്റുകാരാണോ? ഞങ്ങളെ തെറ്റുകാരാക്കിയത് ആര്? ഈ രംഗത്ത് വലിയ താപ്പാനകളായി, വലിയ മൂർത്തികളായി നിന്ന, വലിയ വിഗ്രഹങ്ങളായി നിന്ന PT ഉഷയെ പോലുള്ളവരൊക്കെ എന്ത് കടുങ്കയാണ് PU ചിത്ര എന്ന കുട്ടിയോട് കാണിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ ദുഃഖമുണ്ട്. PU ചിത്ര, എന്താണ് ചിത്രയുടെ പ്രതികരണം? ATF കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു വേൾഡ് മീറ്റ് പോകാമെന്നും ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് ചെയ്യണമെന്ന ആഗ്രഹവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. കാരണം ATFൽ ഫസ്റ്റ് വന്ന വേൾഡ് മീറ്റിന് കൊണ്ടുപോകുന്നുള്ള ഒരു റൂൾ ഉള്ളത് കാരണമുണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. അതിൽ പോരാത്തത് ഞങ്ങൾ ATF കഴിഞ്ഞു വന്ന് ഇൻട്രസ്റ്റ് എല്ലാം കഴിഞ്ഞു വന്ന് തിരിച്ച് ഊട്ടിയിലെത്തുകയും വിസ ശരിയാക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് പോകാൻ പറയുകയും അവിടെ ചെന്ന് എല്ലാം ശരിയാക്കി ഫെഡറേഷനിൽ അഡ്രസ്സിൽ അയക്കാൻ പറയുകയും എല്ലാം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസമായി ഞങ്ങൾ എന്തായാലും വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പറ്റും എന്ന വിശ്വാസം ഫെഡറേഷനിൽ നിന്ന് അവർ അങ്ങനെ എല്ലാം വിസൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ
ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു വേൾഡ് മീറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാമെന്ന്. ആ ഒരു വിശ്വാസത്തിൽ നല്ല പെർഫോമൻസ് അവിടെ പോയി ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറി മാറി വരുന്ന വാർത്തകൾ പോകാൻ പറ്റും ഇല്ല എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. കാരണം ഒരു കറക്റ്റായ ഒരു തീരുമാനത്തിൽ ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല. അഥവാ ഇനി ചാൻസ് കിട്ടിയാലും എനിക്ക് പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയാലും എത്രത്തോളം എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം ഈ ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞ പിറ്റേ ദിവസം മുതൽ ഫുൾ ടെൻഷനും പ്രാക്ടീസ് മുമ്പത്തെ പോലെ കൃത്യമായി ചെയ്യാനും കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം പ്രാക്ടീസ് തുടർന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു ATF വേൾഡ് മീറ്റിന് പോകണമെന്ന് വിശ്വസിച്ച് ആ സമയത്തുള്ള പ്രാക്ടീസ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എത്രത്തോളം മീറ്റിന് ഒരു ക്വാളിഫിക്കേഷൻ കുറവ് കൊണ്ടൊന്നുമല്ല ചിത്രയ്ക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്തതെന്നാണ് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും പറയുന്നത്. ഈ രംഗത്തുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇവിടെ പത്മിനി തോമസ് ഉണ്ട്, PI ബാബു ഉണ്ട്, കമാൽ വരാദൂർ ഉണ്ട്, സ്പോർട്സ് മന്ത്രി മൊയ്തീൻ സംസാരിച്ചു, മറ്റ് നേതാക്കളൊക്കെ സംസാരിച്ചു. എല്ലാവരും കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചപ്പോൾ ചിത്രയുടെ കുറവ് കൊണ്ടല്ല ചിത്രയ്ക്ക് ലണ്ടനിലേക്ക് പോകാൻ പറ്റാത്തത്. ചിത്രയെ സഹായിക്കുമെന്ന് നമ്മളൊക്കെ കരുതിയിരുന്നവർ അവിടെ ചിത്രയെ സഹായിച്ചില്ല. പകരം മിണ്ടരുത് ചിത്ര എന്നാണ് പറഞ്ഞത്. ചിത്ര മിണ്ടിയാൽ ചിത്രയ്ക്ക് ഭാവിയിൽ പീഡനമുണ്ടാകും എന്ന് പേടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ചിത്ര അത് ഓർക്കുന്നുണ്ടോ? അത് മനസ്സിലാക്കുന്നുണ്ടോ? സഹായിക്കാത്ത ചേച്ചിമാരെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടോ ചിത്ര? അവർ കമ്മിറ്റിയിൽ എന്താ തീരുമാനിച്ചത്, ആരൊക്കെ എങ്ങനെ തീരുമാനിച്ചത് നമുക്കറിയില്ല. കാരണം എനിക്കും ഈ ന്യൂസിലൂടെയുള്ള അറിവേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരോടും ദേഷ്യമില്ല. ചിലപ്പോൾ എനിക്ക് ദൈവം ഇങ്ങനെയായിരിക്കും ഇതിൽ പങ്കെടുക്കാൻ അവസരം നൽകാത്തതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് ആരോടും ദേഷ്യമില്ല. പക്ഷേ എനിക്ക് കാരണം ATFന് പങ്കെടുത്ത് ഫസ്റ്റ് വന്നാൽ വേൾഡ് മീറ്റിന് കൊണ്ടുപോകുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇൻട്രസ്റ്റേറ്റ് ചെയ്യണമെന്ന്. കാരണം എൻ്റെ ഇൻട്രസ്റ്റേറ്റിൽ ടൈം മോശമായതുകൊണ്ടാണ് എന്നെ ഇതിൽ പങ്കെടുപ്പിക്കാത്ത. എനിക്ക് കറക്റ്റായി പെർഫോമൻസിൽ സ്ഥിരതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇൻട്രസ്റ്റേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. കാരണം ATF കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് വേൾഡ് മീറ്റിന് ഇതിനേക്കാളും നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫെഡറേഷനിൽ മീറ്റെല്ലാം കഴിഞ്ഞപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റേറ്റ് ചെയ്യണം നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റേറ്റ് ചെയ്യാൻ തന്നെ. ആരാണ് പറഞ്ഞത് ചിത്ര ഈ ഇൻട്രസ്റ്റേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞത്? ആരാണ് ഈ പറഞ്ഞത്? തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചിത്രയ്ക്കൊപ്പം ഈ ഇന്റർസ്റ്റേറ്റിൽ പങ്കെടുക്കാതിരുന്നവർ ഇപ്പോൾ ലണ്ടനിലേക്ക് പോവുകയാണ്. അപ്പോൾ ചിത്രയെ ഈ ഗുണ്ടൂരിൽ കൊണ്ടുപോയി ചതിച്ചത്, ഇതിൽ പങ്കെടുപ്പിച്ച് മോശം പെർഫോമൻസ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കൊണ്ടുപോകണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത്, അത് ഓർക്കുന്നോ ചിത്ര? ഇത് ഇപ്പോൾ കൂട്ടുകാർ ഇതിൽ പങ്കെടുക്കാത്തവർ പോകുന്നത് തിരിച്ചറിയുന്നുണ്ടോ ചിത്ര? അതെ, തീർച്ചയായും. കാരണം ഗുണ്ടൂരിൽ എത്തിയവർ ATF കഴിഞ്ഞ് നേരെ ഗുണ്ടൂരിൽ എത്തിയിട്ടും ഈവൻ്റ് ചെയ്യാത്തവരുണ്ട്. കാരണം സ്വപ്ന വർമ്മൻ ATFന് ഹെപ്റ്റാത്തലാണ് ചെയ്തത്. പക്ഷെ ആ കുട്ടി ഗുണ്ടൂരിൽ വന്നിട്ട് ഹെപ്റ്റാത്തലൻ ഈവൻ്റേ ചെയ്തില്ല. അതിനുവേണ്ടി ലോങ് ജമ്പ് ഹഡിലോ ചെയ്തു. എന്നിട്ടും ആ കുട്ടിക്ക് എൻട്രി കൊടുത്തു. അതിലൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. കാരണം എനിക്കൊരു ചാൻസാണ് നഷ്ടപ്പെട്ടത്. ഒരു അത്ലറ്റിൻ്റെ ആഗ്രഹമാണ്, അംബീഷനായിരിക്കും ഒരു വേൾഡ് മീറ്റ് അല്ലെങ്കിൽ ഒളിമ്പിക്സ് പോലെയുള്ള മത്സരങ്ങൾ പങ്കെടുക്കാൻ. മെഡൽ വന്നില്ലെങ്കിൽ അതിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ചാൻസാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ തീരുമാനിച്ചത് എന്ന് കൂടുതലായി ചിത്രയുടെ ചാൻസ് മാത്രമല്ല പോയത്, ചിത്രയുടെ അച്ഛന്റെ സ്വപ്നങ്ങൾ, ചിത്രയുടെ അമ്മയുടെ സ്വപ്നങ്ങൾ, ചിത്രയുടെ നാട്ടുകാരുടെ സ്വപ്നങ്ങൾ, ചിത്രയുടെ സംസ്ഥാനത്തിന്റെ സ്വപ്നങ്ങൾ. ഇവിടെ ചിത്രയ്ക്ക് വേണ്ടി ഇതാ 10 ലക്ഷം പേരുടെ നിവേദനമാണ് അത്ലറ്റിക് ഫെഡറേഷന് വേണ്ടി ഞങ്ങളുടെ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിനിലൂടെ ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ സ്വപ്നങ്ങളാണ്. ഈ ചിത്രയുടെ ഒരു അവസരം ഇല്ലാതാക്കാൻ കൂട്ടുനിന്നവർ തകർത്തത് ഈ സ്വപ്നങ്ങളൊക്കെയാണ്. അവിടെ ഈ ഗുണ്ടൂരിൽ ഒരു പ്രകടനം മോശമായി എന്ന് ചിത്ര തന്നെ പറയുന്നത് കണ്ടല്ലോ. അങ്ങനെ ഒരു മോശം പെർഫോമൻസ് എന്ന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു പെർഫോമൻസ് ആണ് ചിത്ര അവിടെ നടത്തിയത് എന്ന് ചിത്രയ്ക്ക് തോന്നുന്നുണ്ടോ? കാരണം ATF കഴിഞ്ഞ്
2-3 ദിവസം കഴിഞ്ഞ് ഗുണ്ടൂരിലെത്തുകയും പെട്ടെന്ന് തന്നെ മത്സരം, കാരണം ഞാൻ മാനസികമായി തയ്യാറായിരുന്നില്ല. കാരണം ATF കഴിഞ്ഞാൽ വീട്ടിൽ പോയി നല്ല പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. മാനസികമായി ഞാൻ ചെയ്യാൻ തയ്യാറല്ല. പിന്നെ നിർബന്ധമാണ് പറഞ്ഞപ്പോൾ ഇനി ഇൻട്രസ്റ്റേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ വേൾഡ് മീറ്റിന് സെലക്ഷൻ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അത് ചെയ്തത്. പക്ഷേ ഇൻട്രസ്റ്റേറ്റിന് എനിക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ചെയ്യാൻ കഴിയാതിരുന്നത്. ഈ സ്വാഭാവികമാണത്. പക്ഷേ ചിത്ര, മറ്റുള്ളവരുടെ കൂടി പ്രതികരണം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചിത്രയോട് ഇപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്. ചിത്രയ്ക്കിപ്പോൾ തിങ്കളാഴ്ച കൊണ്ടോ അതല്ലെങ്കിൽ 1-ാം തീയതി കൊണ്ടോ ഒക്കെ ആകാം, ഒരു പക്ഷേ ഇനി ഒരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ കേരളീയരുടെ ഈ രോദനം കേട്ടിട്ടെങ്കിലും ഈ മാധ്യമങ്ങളിലൂടെയുള്ള ഈ ചർച്ചകൾ കണ്ടിട്ടെങ്കിലും ഈ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, ചിത്രയെ ഇഷ്ടപ്പെടുന്ന മുൻ കായിക താരങ്ങളുടെ, പത്മിനി തോമസിനെ പോലുള്ളവരുടെ, അതല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിൻ്റെ, മുഖ്യമന്ത്രിയുടെ, കായിക മന്ത്രിയുടെ ഒക്കെ അഭ്യർത്ഥനകൾ കേട്ടിട്ടെങ്കിലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം അത്ലറ്റിക് ഫെഡറേഷൻ എടുത്തുകൊണ്ട് കനിഞ്ഞ് ഉഷയെ പോലുള്ളവരുടെ ഒക്കെ, അഞ്ജു ബോബി ജോർജിനെ പോലുള്ളവരുടെ ഒക്കെ തീരുമാനങ്ങളെ കടത്തിവെട്ടി, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്നാണല്ലോ ചിത്ര പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പോലും മറികടന്നൊരു തീരുമാനം എടുത്ത് 1-ാം തീയതി അയച്ചാൽ ലണ്ടനിൽ എന്ത് ചെയ്യാൻ പറ്റും? ചിത്രയെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ ചിത്ര നമുക്ക് വേണ്ടി എങ്ങനെ 1500 മീറ്ററിലേക്ക് പോകുമെന്നാണ് ചിത്ര ഇപ്പോൾ മനസ്സുകൊണ്ട് കരുതുന്നത്? എനിക്കിപ്പോഴും വിശ്വാസം വരില്ല. കാരണം ഞാൻ ഇനി ലണ്ടനിൽ പോയി ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് ആ ഒരു മീറ്റിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വരുള്ളൂ. കാരണം ഈ മാറി മാറി വരുന്ന തീരുമാനത്തിൻ്റെ ഒരു ഇതിലാണ് എനിക്കിപ്പോൾ ഞാൻ പറയാൻ കാരണം അവിടെ ലണ്ടനിൽ പോയി ആ 1500 മീറ്ററിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് ഈ മീറ്റിൽ പങ്കെടുത്തു എന്നൊരു സത്യം വരുള്ളൂ. തീർച്ചയായും നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ചിത്ര ഇപ്പോൾ പീപ്പിളിലാണുള്ളത്. ചിത്രയോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ആ ഒരു ഉത്തരവാദിത്തം മനസ്സിലാക്കി ചിത്രയെ ആശ്വസിപ്പിക്കാനും ചിത്രയ്ക്ക് ആശീർവാദങ്ങൾ നേരാനും അല്പസമയം കൂടി ഞങ്ങളോടൊപ്പം ചേരണമെന്ന് ഈ നിമിഷത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട പല പരിപാടികളും മാറ്റിവെച്ച് ഈ ഘട്ടത്തിൽ ചിത്രയോടൊപ്പം തുടരുന്നത്. ശ്രീ PI ബാബു, ചിത്ര ഇപ്പോൾ പറഞ്ഞത് ശ്രീ ബാബുവും കേട്ട് കാണുമല്ലോ. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്, എത്രയും പെട്ടെന്ന് പീഡനം അവസാനിപ്പിക്കുക എന്നുള്ളതിന് സാധാരണ എഴുത്തുകുത്തുകളൊന്നും പോരാ. അതിന് ഇടപെടേണ്ട ഒരു ഇടപെടൽ പുതിയ രീതിയിൽ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം വലിയ ആലോചനകളോ ഗൂഢാലോചനകളോ തന്നെയാണ് ചിത്രയ്ക്കെതിരെ നടന്നത് എന്നാണ് ഈ നിമിഷവും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കേരള അത്ലറ്റിക് അസോസിയേഷൻ എന്ത് രീതിയിലാണ് ഇന്നത്തെ രാത്രി, നാളെ ഞായറാഴ്ച, മറ്റന്നാൾ എങ്കിലും മാക്സിമം എന്ത് ചെയ്യാൻ പോകുന്നു? കേരള അത്ലറ്റിക് അസോസിയേഷനെ സംബന്ധിച്ച് അത്ലറ്റിക് ഫെഡറേഷന് കത്തെഴുതുക, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇതുപോലെ ഇടപെടൽ അത്ലറ്റിക് അസോസിയേഷൻ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചൊരു പ്രത്യേകത, ചിത്രയ്ക്കൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കൂടി ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ് അതിൻ്റെ കൂടെ നിന്നു. MP രാജേഷ് അത് എടുത്തിട്ടു. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നപ്പോൾ അതൊരു മുൻതൂക്കമായി. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പറഞ്ഞാൽ ഇതുപോലെ എത്രയോ എഴുത്ത് ഞാൻ എഴുതിയിരിക്കുന്നു, അപ്പോഴൊന്നും അവരത് വെറുതെ വനരോധനമായിട്ടത് മാറാറേ ഉള്ളൂ. പക്ഷേ ഈ ഒരു തുടക്കം തീർച്ചയായിട്ടും അവരെ അത് ചിന്തിപ്പിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം അനുവിൻ്റെ കേസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു എതിർത്താൽ എന്ത് ചെയ്യുന്നു, ഒന്നും സംഭവിക്കില്ല. കാരണം അനു കൊടുത്ത ആ കോടതി കേസിൻ്റെ ഒറ്റ ബലത്തിലാണ് ക്യാമ്പിൽ ചെല്ലണമെന്ന് നിർബന്ധം പിടിക്കുന്ന അസോസിയേഷന് ക്യാമ്പിൽ ചെല്ലാതെ തന്നെ നമുക്കറിയാം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് നയന ജെയിംസ്, ചിത്ര തന്നെ ക്യാമ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ടല്ലേ, ചിത്ര, അതുപോലെ തന്നെ നിർമ്മല എന്ന 400 മീറ്ററിൽ ഫസ്റ്റ് നിർമ്മല എന്ന കുട്ടി, ഇവരൊക്കെ ഇത് പങ്കെടുക്കാതെ അവർ ടീമിലെടുക്കേണ്ടതായിട്ടുള്ള ഒരു കമ്പൽഷൻ അവർക്ക് വന്നത് ഈ കോടതിയിൽ ആദ്യം ഇടപെട്ടതുകൊണ്ടാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ കോടതി ഇടപെടൽ അവരെ ചിന്തിപ്പിക്കും, ഒരു സംശയമില്ല. അതിൻ്റെ ഒപ്പം തന്നെ അവർ തീർച്ചയായിട്ടും ഒരു മാനദണ്ഡം ഉണ്ടാക്കുന്നതിന് ഇത് നിർബന്ധിക്കണം. കാരണം ഈ മാനദണ്ഡം ഇല്ലാത്തതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഒരു മാനദണ്ഡം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ചെയ്യേണ്ടത്, ഒരു ടീം സെലക്ട് ചെയ്തതിന് ശേഷം പോരെ നാഷണൽ ക്യാമ്പ്. എന്തിനാണ് ഈ കുട്ടികളെ എല്ലാം കൂടി അവിടെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി ഇടുന്നത്? അതിനുശേഷം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും.
ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് കൊടുത്തു. ആ ക്യാഷ് അവാർഡിനൊപ്പം തന്നെ കോച്ചസിനും ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. ഏത് കോച്ചസിനാണ് ശരിയായ അർഹരായ കോച്ചസിനാണ് ആ ക്യാഷ് അവാർഡ് കിട്ടിയത്? അവിടെ പങ്കെടുത്ത എത്ര പേര് ജയകുമാറിൻ്റെ കുട്ടികളാണ് മെഡൽ മേടിച്ചത്? ജയകുമാറിന് ക്യാഷ് അവാർഡ് കിട്ടിയോ? അപ്പോൾ ഇന്ത്യൻ ടീമിനെ കൊണ്ടുപോകുന്നവർക്കാണ് ക്യാഷ് അവാർഡ് കിട്ടുക. സമാനമായ കേസ് ഇതിനു മുമ്പ് ബീനാമോളുടെ കേസിലും ഉണ്ടായിട്ടുണ്ട്. പുരുഷോത്തമൻ സാറിന് കിട്ടേണ്ട അർഹമായ ക്യാഷ് അവാർഡ് തട്ടിക്കൊണ്ടുപോയവരുണ്ട് ഫെഡറേഷനിൽ. അപ്പോൾ അതായത് കൺസേൺഡ് കോച്ചിന്, അവർ പരിശീലിപ്പിച്ച കോച്ചസിന് ആ ക്യാഷ് അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ ക്യാമ്പിലേക്ക് നേരത്തെ തന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന പ്രവണത അവസാനിക്കണം. ശരി, പത്മകുമാറും AC മൊയ്തീനും നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഞാൻ അതിനു മുമ്പ് ശ്രീ PI ബാബു, താങ്കളോട് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ അത്ലറ്റിക് ഫെഡറേഷന്റെ മനസ്സ് മാറും, കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി മനസ്സ് മാറുമെന്ന് അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി കാണാൻ സാധിക്കുമോ? ശരിയാണ്, ഇവിടെ മന്ത്രി AC മൊയ്തീൻ നേരത്തെ പറഞ്ഞു കോടതി പറഞ്ഞതുകൊണ്ടാണ് ഇവരുടെ മനസ്സ് മാറിയത്. കാരണം കോടതി അലക്ഷ്യത്തിന് ചിലപ്പോൾ ശിക്ഷ വിധിക്കും, അത് പേടിച്ചിട്ട്. അല്ലാതെ കോടതി പറഞ്ഞതുകൊണ്ട് മനസ്സങ്ങ് അലിഞ്ഞ് ചിത്രയ്ക്ക് വേണ്ടി നിന്നതൊന്നുമല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും തീരുമാനം കൃത്യമായി എടുക്കാതെ ചിത്രയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രയ്ക്ക് ആ ട്രാക്കിൽ ഇറങ്ങി അവിടെ ഒരു സ്വസ്ഥതയോടുള്ള മനസ്സോടുകൂടി ഓടാനുള്ള മനസ്സിപ്പോഴും ഇല്ലാത്തത്. അതുകൊണ്ടാണെന്ന് ചിത്ര തന്നെയാണ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. ശ്രീ ബാബു. തീർച്ചയായിട്ടും, കാരണം അസോസിയേഷൻ്റെ മനസ്സ്, അവിടെ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മനസ്സ് മാറുമെന്നും നമ്മളങ്ങനെ പെട്ടെന്ന് വിചാരിക്കേണ്ട. കാരണം അങ്ങനെയാണെങ്കിൽ കേരള അത്ലറ്റിക് അസോസിയേഷൻ കൊടുത്ത ആദ്യത്തെ ലെറ്ററിൽ തന്നെ അവരെ മനസ്സ് മാറണമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മുകളിൽ നിന്ന് ശക്തമായിട്ട് അവർ നിയന്ത്രിച്ചാൽ മാത്രമേ അവരിതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അല്ലാതൊന്നും അവർ ചിന്തിക്കില്ല. അവർ തീരുമാനിച്ചാൽ, അങ്ങനെ ഒരു പ്രഷർ കൊടുത്ത് അവർ തീരുമാനിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ അത്ലറ്റിക് ഫെഡറേഷനിൽ അവരതിനോട് സമ്മർദ്ദം ചെലുത്തിയാൽ ഉഷയ്ക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ മനസ്സ് വിചാരിക്കണം. മേലാധികാരികളെ കൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ള പ്രഷർ കൊടുക്കാനാണ് നമ്മൾ ഈ അവസരത്തിൽ ശ്രമിക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഭാവിയിൽ എന്ത് ചെയ്യണം, ഇനിയുള്ള കാര്യങ്ങളിൽ ഇങ്ങനൊരു അനുഭവം ആർക്കും ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിയാണ്, അറിയാതെങ്കിലും ചിത്ര എന്ന് പറയേണ്ടത് PI ബാബു ഉഷ എന്നാണ് പറഞ്ഞു പോയത്. കാരണം എന്തുകൊണ്ടാണ് ഉഷ എന്ന പേര് നമ്മുടെ നാവിൻ തുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ശ്രീ PI ബാബു, സോറി പറയേണ്ടതല്ല. നമ്മളൊക്കെ അറിയാതെ ചിത്രയുടെ പേര് പറയുമ്പോൾ പത്മിനി തോമസ് പോലും ചിലപ്പോൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇവരുടെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മുൻകാലങ്ങളിൽ നമുക്ക് നേടിത്തന്ന നേട്ടങ്ങൾ കൊണ്ടാണ് അറിയാതെ വന്നു പോകുന്നത്. അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ പുതിയ രീതികൾ കാണുമ്പോൾ പറയേണ്ടി വരുന്നത്. ശ്രീ JR പത്മകുമാർ, കോടതി പറഞ്ഞിരിക്കുന്നത് കൊണ്ടുള്ള സാങ്കേതികമായ ഇടപെടലുകൾക്കപ്പുറം ഒന്നും കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഇടപെട്ടിട്ടില്ല. കേന്ദ്ര സർക്കാർ ഒരു തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടാകാതിരിക്കാനുള്ള അപ്പുറമൊന്നും ഈ ഗൂഢാലോചനയെ തകർക്കാൻ, പുതിയൊരു സ്പോർട്സ് സംസ്കാരം കൊണ്ടുവരാൻ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ശ്രീ പത്മകുമാർ, അങ്ങനെയൊന്നുമല്ല. ഒരു പുതിയ സ്പോർട്സ് സംസ്കാരം കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ അവിടെ സ്പോർട്സ് രംഗത്തൊക്കെ ഉള്ള ആളുകളുടെ ഇരിപ്പുണ്ടോ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഒരു കാരണവശാലും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അനുസരിച്ചിട്ട് നമുക്ക് ഈ കായിക കലാ മത്സരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. സ്ഥാനങ്ങളുമുണ്ട്, അവരാണത് ചെയ്യേണ്ടത്. ഒരു പരിമിതമായ വിചാരമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് പരമാവധി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. രണ്ടാമത് ഇപ്പോൾ തന്നെ ഡയറക്ഷൻ കൊടുത്തു. ഇനി ഇത് ഇന്റർനാഷണൽ തലത്തിലാണ്. നമ്മുടെ ഫെഡറേഷന് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ആ റിക്വസ്റ്റ് കൊടുത്താൽ ഇന്റർനാഷണൽ, ഞാൻ ഒന്നോ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഏതെങ്കിലും ദുരിതാശ്വാസ ആനുകൂല്യം കൈപ്പറ്റി ബാങ്കിലിട്ട് പിന്നീട് നാളെ എടുക്കാനുള്ള കാര്യമല്ല ഈ ചർച്ച ചെയ്യുന്നത്. ഈ 4-ാം തീയതി പോയി PU ചിത്രയ്ക്ക് അവിടെ ട്രാക്കിൽ നിന്ന് 1500 മീറ്റർ ഓടണമെങ്കിൽ നിങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സംക്രാന്തിക്ക് ഉണ്ടായാൽ പോരാ. അത് കൃത്യമായി ഉണ്ടാകാത്തത് എന്തിടപെടൽ കൊണ്ടാണ്? ഡോക്ടർ ലാൽ, ഇത് ഞങ്ങളുടെ തീരുമാനമല്ലല്ലോ, ഇത് ഗവൺമെന്റിന്റെ തീരുമാനമല്ലല്ലോ.
ഗവൺമെന്റിന്റെ ഇതൊരു സ്പോർട്സ് ഫെഡറേഷൻ എന്നുള്ള സ്വതന്ത്ര ഏജൻസിയാണ്. അവരുടെ നിർദ്ദേശങ്ങൾ കൊടുക്കാനേ കഴിയുള്ളൂ. അതിലെന്തെങ്കിലും അവർ പക്ഷപാതപരമായി ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയാൽ നടപടിയെടുക്കാം. അല്ലാതെ എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ച് ഇവർക്ക് സ്പോർട്സ് കൗൺസിലിന് സ്പോർട്സ് മന്ത്രാലയത്തിന് നിങ്ങൾ ഇന്ന ആളുകളെയൊക്കെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് അയക്കണമെന്ന് പറയാൻ കഴിയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയൊക്കെ നാളെ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്താൽ, ശ്രീ പത്മകുമാർ ഒരു നിമിഷം കേൾക്കൂ, നിങ്ങളൊക്കെ നാളെ ഇത് കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തി ആർക്കെങ്കിലും എതിരെ ഒരു തീരുമാനമെടുത്താൽ, മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ തീരുമാനങ്ങൾ, വലിയ മാമാങ്കങ്ങൾ നടത്തിയവരെ ജയിലിനകത്ത് അടച്ചതുവരെ നമ്മൾ കണ്ടു. അവരൊക്കെ ഏത് രീതിയിലാണ് അവരുടെ ഭാവി ഇപ്പോഴും തിളക്കം കൊണ്ട് ആറാടുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയാം. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ എന്ത് നടപടിയെടുത്ത് ഭാവിയിൽ ശിക്ഷിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നഷ്ടപ്പെടുന്നത് PU ചിത്രയ്ക്കാണ്, കേരളത്തിനാണ്. ദേശഭക്തി പറയുന്ന അങ്ങേപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് തന്നെയാണ്. ശ്രീ പത്മകുമാർ, ഞങ്ങൾ ഈ എന്താണ് ആര് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ദേശഭക്തിയുടെ മറ്റു പല കാര്യങ്ങളും അല്ലല്ല, ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിന് പരിമിതിയുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആയാലും അത്ലറ്റിക് ഫെഡറേഷന്റെ ആയാലും അതിൽ ഇടപെടുന്നതിന് ഒരു ഗവൺമെന്റിന് പരിമിതികളുണ്ട്. അത് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യും. പീയൂഷ് ചിത്രയ്ക്ക് അവിടെ പോകാൻ കഴിയണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പാർട്ടി പ്രതിനിധി എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് തന്നെയാണ് ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനം അതുകൂടി ഉൾക്കൊണ്ട് തന്നെയാണ് വിജയ് ഗോയൽ പറഞ്ഞത് അപ്പീൽ പോകരുത്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം, ഈ ഹൈക്കോടതി വിധിയെ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് അനുസരിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഗവൺമെന്റ് തീരുമാനിക്കും. ആ തീരുമാനങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മളിവിടെ കാത്തിരിപ്പുണ്ട്. ശ്രീ JR പത്മകുമാർ, എന്തായാലും ഞാൻ ശ്രീമതി പത്മിനി തോമസിലാണ് ഈ ചർച്ച അവസാനിപ്പിക്കുക. അതിന് മുൻപ് മിനിസ്റ്റർ AC മൊയ്തീൻ അങ്ങ് ഇന്ന് ചിത്രയുടെ വീട്ടിലേക്ക് പോയതാണ്, അവിടുത്തെ കാഴ്ചകൾ കണ്ടതാണ്. ചിത്രയ്ക്കൊപ്പം സർക്കാരുണ്ട്, അങ്ങേപ്പോലുള്ളവരുണ്ട്, ചിത്രയെ സ്നേഹിക്കുന്നവരുണ്ട്, സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇനി ഇത് ഈ നാട്ടിൽ ആവർത്തിക്കരുത് മിനിസ്റ്റർ ശ്രീ AC മൊയ്തീൻ. എന്ത് ചെയ്യും താങ്കൾ? എന്ത് നടപടിയാണ് താങ്കളുടെ മനസ്സിലുള്ളത്? ഞാനിന്ന് ചിത്രയുടെ പറളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വളരെ വലിയ ഹൃദയവേദനയോടുകൂടിയാണ്. ആ പാവപ്പെട്ട അച്ഛനും അമ്മയും അവരിന്ന് പണിക്ക് പോയിട്ടില്ല, ആ കുടുംബം പട്ടിണിയിലാവും. അത്തരം ഒരു അവസ്ഥയാണ് ആ കുടുംബത്തിനുള്ളത്. പക്ഷെ ആ നാട് അവരുടെ കൂടെയുണ്ട്. നാടാകെ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ആ പാവപ്പെട്ട കുട്ടി ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെ, കോച്ചിന്റെ സഹായത്തോടു കൂടിയാണ് ഈ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയത്. അതിനെ തഴഞ്ഞ ഈ നടപടി ആ ചിത്ര എന്ന് പറയുന്ന മലയാളി താരമായതുകൊണ്ട് മാത്രമല്ല, കായിക ലോകത്ത് ആർക്ക് നേരെയും ഇങ്ങനെയുള്ള പീഡനം ഉണ്ടായാൽ അത് അംഗീകരിക്കാനാവില്ല. അതിനെതിരായിട്ടുള്ള അതിശക്തമായ ജനകീയ പ്രതിരോധം കേരളത്തിൽ നിന്ന് കായിക ലോകത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ചിത്രയോട് ഞാൻ പറഞ്ഞു, ചിത്ര നിരാശപ്പെടരുത്. ഇത് കൂടുതൽ കടുത്ത മത്സരങ്ങളും പരിശീലനവും ഇതിന്റെയൊക്കെ ഭാഗമായി രാജ്യത്തിന് അഭിമാനം രക്ഷിക്കാൻ കഴിയുന്ന, നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്ന വാശിയോടുകൂടിയുള്ള മുന്നോട്ട് പോക്കുണ്ടാകണം. കേരളത്തിലെ ഗവൺമെന്റും ജനങ്ങളും ചിത്രയോടൊപ്പം ഉണ്ട്. ചിത്രയെ സഹായിക്കാൻ ജോലി വേണമെങ്കിൽ, പരിശീലനത്തിന് ആവശ്യമായ സൗകര്യം ഉണ്ടാവണമെങ്കിൽ, പോഷകാഹാരത്തിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാവണമെങ്കിൽ അതൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യും. അതോടൊപ്പം ഇനിയൊരു കായിക താരത്തിനും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ സംഭവിക്കാതിരിക്കാൻ മാനദണ്ഡങ്ങൾ പരസ്യമായി നേരത്തെ പ്രഖ്യാപിക്കാൻ, തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് നേരത്തെ പ്രസിദ്ധീകരിക്കാൻ ഒക്കെയുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് കയ്യിൽ നിന്നും ഫെഡറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. കായിക ലോകം ഇന്ന് ചില വ്യക്തികളുടെ കയ്യിൽ, ചില സംഘടനാ നേതാക്കളുടെ കയ്യിൽ ഒതുങ്ങിപ്പോയി. യഥാർത്ഥത്തിൽ അർഹതയുള്ള കായിക താരങ്ങൾ അവഗണിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ ഇത് ഉദാഹരണമാകും. നിയമ നടപടികൾ ഇപ്പോൾ കോടതിയിൽ തുടരുക. ആ നിയമ നടപടികളിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതൊന്ന് വെളിച്ചത്ത് കൊണ്ടുവന്ന് ഇനി കേരളത്തിലോ ഇന്ത്യയിലോ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിക്കുകയാണ്. ആ നടപടികളിലേക്കും സ്പോർട്സ് കൗൺസിലും ഗവൺമെന്റും കായിക ലോകവും മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചെറിയ ഇടവേള കൂടി അനിവാര്യമായതുകൊണ്ട് മാത്രം ഇടവേളയ്ക്ക് ശേഷം പത്മിനി തോമസിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ JR പത്മകുമാർ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി. ശ്രീമതി പത്മിനി തോമസ്, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് PU ചിത്രയുടെ ആ ശരീരഭാഷ, ആ മനസ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാരെക്കാൾ കൂടുതൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കായിക താരമാണ് ശ്രീമതി പത്മിനി തോമസ്. 4-ാം തീയതി ട്രാക്കിൽ നിൽക്കുമ്പോൾ ഒരു മനസ്സ് കൃത്യമായി രാജ്യത്തിന് വേണ്ടി മെഡൽ ഉറപ്പിക്കാൻ ഉണ്ടാകണമെങ്കിൽ
ഇപ്പോഴുള്ള ഈ അവസ്ഥ, ഇപ്പോഴുള്ള ഒരു താലോലം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഒരു തലോടൽ എങ്ങനെയാണ് ഇപ്പോൾ PU ചിത്രയ്ക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ തലോടലല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവർക്ക് കിട്ടേണ്ട സ്ഥലത്ത് നിന്ന്, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന്, കേന്ദ്ര അധികാരികളിൽ നിന്ന് ഇപ്പോഴുള്ള ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇത് വെച്ച് അവർക്ക് 1500 മീറ്റർ ഓടി തികയ്ക്കാൻ സാധിക്കുമോ ശ്രീമതി പത്മിനി തോമസ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഫെഡറേഷൻ്റെയും ശക്തമായ ഇടപെടൽ ഉണ്ടാകണം. PU ചിത്ര ലോക മീറ്റിന് പോകണം. 1500 മീറ്റർ ടെൻഷൻ ഇല്ലാതെ ഓടണം. കാര്യം PU ചിത്ര ഇപ്പോൾ പറഞ്ഞു, ഹൃദയവേദനയോടുകൂടി പറഞ്ഞു, എനിക്ക് ആ ട്രാക്കിൽ പോയി നിന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നെ ഇവിടുന്ന് വിടുവോ അല്ലെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് എത്താനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. PU ചിത്ര പോകണം. വലിയൊരു ഭാവി PU ചിത്രയിൽ ഇനിയും ഉണ്ട്. എല്ലാവരും കൂടെ പ്രാർത്ഥനയും ഇടപെടലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളൊക്കെ ആ കായിക താരത്തിന് വേണ്ട കേരളം മൊത്തം എല്ലാ സപ്പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കായിക താരത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവിടെ പോയി ഓടാൻ ദൈവം അനുഗ്രഹിക്കേണ്ടേ. ഒപ്പം നമ്മുടെ കായിക മന്ത്രി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ PU ചിത്രയ്ക്ക് ജോലി കൊടുക്കും എന്നുള്ളത്. അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. ശ്രീമതി പത്മിനി തോമസ്, അങ്ങ് ഈ പറഞ്ഞതുപോലെ എല്ലാം ചിത്രയ്ക്ക് ഇപ്പോൾ കേരളയുടെ ഭാഗത്തു നിന്നുണ്ട്, കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങളിതാ 10 ലക്ഷം പേരുടെ നിവേദനമാണ് സമർപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചിത്രയ്ക്ക് ഓരോ തലോടലാകുമ്പോഴും വേറൊരു വശത്തുണ്ടാകുന്ന താഠനമാണ്, അവിടെ ഏൽക്കുന്ന അടിയാണ് എന്നുള്ളത് കൂടി കൃത്യമായി ഓർക്കേണ്ടത് തന്നെയാണ്. പത്മിനി തോമസ് അത് കാണുന്നുണ്ടോ? എല്ലാം കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി മേലിൽ പോലും ഉണ്ടാകരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നമുക്ക് ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത പത്മിനി തോമസ്, PU ചിത്ര, കമാൽ വരദൂർ, PI ബാബു, AC മൊയ്തീൻ, JR പത്മകുമാർ, എല്ലാവർക്കും നന്ദി. തനിക്കാരോടും ദേഷ്യമില്ല എന്നാണ് PU ചിത്ര അല്പം മുമ്പ് ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. എന്നോട് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും, ഓടാൻ വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഓടാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്, അതിനുവേണ്ടി ശക്തി തരിക, അതിനുവേണ്ടി സ്വസ്ഥത തരിക, അതിനുവേണ്ടി കൃത്യമായൊരു നിലപാടെടുത്ത് എന്നെ അറിയിക്കുക എന്നാണ് പീപ്പിളിൻ്റെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തുകൊണ്ട് PU ചിത്ര പറഞ്ഞത്. പീപ്പിളിൻ്റെ ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ ഇപ്പോഴും അണമുറിയാതെ ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആളുകൾ അതിൽ അണിചേരുക എന്ന് തന്നെയാണ്, ഈ പ്രതിഷേധം അറിയിക്കുക എന്ന് തന്നെയാണ് ന്യൂസ് ആൻഡ് വ്യൂസിന് പ്രേക്ഷകരോട് പറയാനുള്ളത്. PU ചിത്ര കാണിച്ച പക്വതയോടുകൂടിയുള്ള ആ പ്രതികരണം നടത്തേണ്ട ആളുകൾ, അധികാരികൾ, അവർ കൂടി കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അവരുടെ മനസ്സ് മാറട്ടെ, അതിനുവേണ്ടി ശ്രമിക്കാം. ഇനി ആരെയും ഇതുപോലെ പീഡിപ്പിക്കരുത്. ശരിയായ കീഴ്വഴക്കങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ടാക്കി കൃത്യമായി കായിക താരങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ ഒരുക്കണം. അതിന് സമ്മതിക്കാത്ത, ഇതിനെ കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ പുറത്താക്കണം. അതിന് തയ്യാറായില്ലെങ്കിൽ ജനം അതിനുവേണ്ടി തയ്യാറാകും, അവരെ കൊണ്ട് അത് ചെയ്യിക്കും എന്ന് തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ കാണുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിന് പറയാൻ തോന്നുന്നത്. വളരെ നന്ദി ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചേർന്നതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.